ബന്ധു നിയമനത്തെ ന്യായീകരിച്ച് വീണ്ടും മന്ത്രി സണ്ണി ജോസഫ്. KPCC യോഗത്തിൽ ബന്ധു നിയമനത്തിനെതിരെ രൂക്ഷ വിമർശനമുയർന്നിട്ടും സണ്ണി ജോസഫിന് കുലുക്കമില്ല. തനിക്ക് അനിയനുണ്ടായിട്ടും പാർട്ടിക്കാരനായ അളിയനെയാണ് നിയമിച്ചതെന്ന വിചിത്ര ന്യായീകരണമാണ് മന്ത്രിയിൽ നിന്നുമുണ്ടായത്. പേഴ്സണൽ സ്റ്റാഫിലെ ബന്ധു നിയമനത്തിൽ വീണ്ടും ന്യായീകരിച്ച് വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ് രംഗത്തെത്തിയിരിക്കുന്നു. പേഴ്സണൽ സ്റ്റാഫിനെ നിയമിക്കുന്നതിൽ എന്തെങ്കിലും യോഗ്യതാ മാനദണ്ഡമോ അയോഗ്യതാ മാനദണ്ഡമോ ഇല്ല എന്നും തനിക്ക് സ്വന്തം അനിയൻ ഉണ്ടായിട്ടും അളിയനെയാണല്ലോ നിയമിച്ചതെന്നുമാണോ മന്ത്രി സണ്ണി ജോസഫിന്റെ വിചിത്ര ന്യായീകരണം? ഒന്ന്, ഈ പേഴ്സണൽ സ്റ്റാഫ് എന്ന് പറയുന്നത് അതിനെന്തെങ്കിലും പ്രത്യേകമായ യോഗ്യതാ മാനദണ്ഡമോ അയോഗ്യതാ മാനദണ്ഡമോ നിയമപരമായിട്ട് എവിടെയും രേഖപ്പെടുത്തിയിട്ടില്ല. അതിൽ പകുതിയിൽ കൂടുതൽ ആളുകൾ സർക്കാരിൻ്റെ ഡെപ്യൂട്ടേഷനിലായിരിക്കണം. ഈ വ്യക്തി എൻ്റെ റിലേറ്റീവ് ആണെന്ന് ഞാൻ തന്നെയാണ് പറഞ്ഞത്. ആ റിലേറ്റീവ് എന്നുള്ളതാണോ കട? എനിക്ക് അനുജനുണ്ട്, വേറെ അനുജനുണ്ട്, വക്കീലായ അനുജനുണ്ട്. അവനെയല്ല വെച്ചത്. ഞാൻ വെച്ചത് 2 ടൈം പഞ്ചായത്ത് പ്രസിഡന്റ്, നിലവിൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി, ഇരിട്ടിയിലെ എല്ലാ പാർട്ടിക്കാരുമുള്ള ഇരിട്ടി മഹാത്മാഗാന്ധി പോസ്റ്റ് ഗ്രാജുവേഷനുള്ള കോളേജിൻ്റെ മാനേജ്മെൻറ്റ് കമ്മിറ്റിയുടെ സെക്രട്ടറി, എൻ്റെ ചീഫ് ഇലക്ഷൻ ഏജൻറ്റ്. പേഴ്സണൽ സ്റ്റാഫിലെ ബന്ധു നിയമനത്തെ ചൊല്ലി മന്ത്രി സണ്ണി ജോസഫ് ഇന്നത്തെ KPCC യോഗത്തിൽ രൂക്ഷ വിമർശനം നേരിട്ടിരുന്നു. നിയമനം കരുതലോടെ വേണമായിരുന്നുവെന്നും വിമർശനത്തിന് ഇട നൽകരുതെന്നുമായിരുന്നു യോഗത്തിൽ ഉയർന്നിരുന്നത്. സണ്ണി ജോസഫിന്റെ ബന്ധു നിയമനത്തിലാണ് വിമർശനം ഉണ്ടായിരിക്കുന്നത്. സഹോദരി ഭർത്താവ് ബെന്നി തോമസിനെയാണ് പേഴ്സണൽ സ്റ്റാഫിൽ നിയമിച്ചത്. ഇടതുപക്ഷത്ത് ബന്ധു നിയമനം ഉണ്ടായപ്പോൾ UDF രാഷ്ട്രീയ ആയുധമാക്കിയിട്ടുള്ളതാണ്. പാർട്ടി പ്രവർത്തകരെ ഒഴിവാക്കിക്കൊണ്ട് അളിയനെ നിയമിച്ചത് പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കിയെന്നാണ് ഉയരുന്ന വിമർശനം. പ്രതിപക്ഷത്തായിരുന്നപ്പോൾ ബന്ധു നിയമനത്തെ എതിർത്ത കോൺഗ്രസ് തന്നെ അധികാരത്തിൽ വന്നപ്പോൾ ബന്ധു നിയമനം നടത്തുന്നതിൽ ഔചിത്യ പ്രശ്നമുണ്ടെന്നാണ് യോഗത്തിൽ ഉയർന്ന വിമർശനം. ജനം, തിരുവനന്തപുരം.